കൈകൾ കോർത്ത് അയാൾ അവളെ വലയം ചെയ്തു. വയറുകീറിയ ശവത്തിൽ നിന്ന് മുഖമെടുത്ത് അവർ ചുംബിച്ചു. ഓരോ ചുംബനത്തിലും ഓരോ അവയവങ്ങളെ പരിചയപ്പെട്ടു. കീറിമുറിച്ച ഒരു ശവശരീരത്തിൻ്റെ ചോരച്ചിന്തുകൾക്കിടയിൽ നിന്ന് പ്രണയിക്കുന്ന ഈ വിചിത്ര രംഗമുള്ളത് ഈയിടെ DC ബുക്സ് പ്രസിദ്ധീകരിച്ച കവിയും നോവലിസ്റ്റും അവതരണ കലാകാരനുമായ MR വിഷ്ണുപ്രസാദിൻ്റെ മത്തിയാസ് എന്ന നോവലിലേതാണ്. പുസ്തകത്തിലേക്ക് പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ ഒരു പ്രവേശനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ നോവലിലെ ഈ ഒരു ഭാഗം വായിച്ചത്. ഏറ്റവും പുതിയ പുസ്തകങ്ങളെയും എഴുത്തുകാരെയും വായനക്കാരായ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുന്ന കേരള വിഷൻ ന്യൂസിൻ്റെ സാഹിത്യോത്സവ പരിപാടിയായ പുസ്തക പൂമുഖത്തിൽ ഇന്ന് നമുക്കൊപ്പമുള്ളത് 2024 DC ബുക്സ് സുവർണ ജൂബിലി നോവൽ മത്സരത്തിൽ പ്രത്യേക പുരസ്കാരം നേടിയ മത്തിയാസ് എന്ന ഈ കൃതിയുടെ രചയിതാവ് MR വിഷ്ണുപ്രസാദാണ്. വിഷ്ണുപ്രസാദ്, ഈ ഒരു പുസ്തകം ഇപ്പോൾ പ്രേക്ഷകരിലേക്കും വായനക്കാരിലേക്കും കൂടി എത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഒരു ദൃശ്യമാധ്യമത്തിൽ നമ്മൾ ഈ ഒരു പുസ്തക ചർച്ച ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത് വായന എന്ന് പറയുന്നത് ദൃശ്യത്തിൻ്റെ കൂടി കലയാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് പ്രേക്ഷകരിലേക്ക് കൂടി ഈ പുസ്തകം പോകണം എന്നുള്ള ആഗ്രഹവും നമ്മൾക്കുണ്ട്. വായനക്കാരിലേക്ക് ഇതുവരെ ഈ പുസ്തകത്തിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? എൻ്റെ കയ്യിലിരിക്കുന്നത് 2ാം പതിപ്പാണ്. 3ാം പതിപ്പും 4ാം പതിപ്പും ഒക്കെ ഉണ്ടാകുന്ന രീതിയിൽ വിചിത്രമായിട്ടുള്ള ഒരു കഥാതന്തു ഈ പുസ്തകത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ മത്തിയാസ് എന്ന ഈ നോവൽ കയ്യിലെടുക്കുന്ന ഒരു വായനക്കാരന് അല്ലെങ്കിൽ വായനക്കാരിക്ക് ഇക്കാലത്ത് ആ വ്യക്തി പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള എന്ത് വൈചിത്ര്യമാണ് ഉള്ളത്? നമസ്കാരം. കേരള വിഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി മത്തിയാസിനെ പരിചയപ്പെടുത്തിയ MS ബനേഷിനോട് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഈ നോവൽ ഞാൻ ബേസിക്കലി ഒരു കവിയാണ്. കഴിഞ്ഞ ഒരു 20 കൊല്ലമായി മലയാളത്തിൽ കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു നോവൽ എഴുതുന്നത്. അപ്പൊ ഈ നോവൽ ഇങ്ങനെ മത്തിയാസ് എന്ന പേരിൽ ഇങ്ങനെ ഒരു നോവൽ പ്ലാൻ ചെയ്തപ്പോൾ എന്തായിരിക്കണം ഇതിന്റെ സബ്ജക്റ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ നോവൽ എഴുതേണ്ടത് എന്നൊന്നും തീരെ ഒരു ധാരണയുമില്ലാത്ത ഒരു നിമിഷത്തിൽ നിന്നാണ് മത്തിയാസ് ആരംഭിക്കുന്നത്. കാരണം നോവൽ എന്ന് പറയുന്നത് കവിത പോലെയോ ചെറുകഥ പോലെയോ ഉള്ള ഒരു മാധ്യമമല്ലെന്നും അത് വ്യത്യസ്തമായ ഒരു മാധ്യമമാണെന്നും അത് എഴുതി തുടങ്ങിയപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നു. മത്തിയാസിന്റെ വിഷയം ഞാനിത് എഴുതുന്ന 2017 ഇതിലെ ആദ്യത്തെ 2-3 അധ്യായങ്ങൾ ദില്ലിയിൽ വെച്ച് എൻ്റെ ഗവേഷണം ചെയ്ത JNUവിലെ ഹോസ്റ്റലിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ 2-3 അധ്യായങ്ങൾ എഴുതുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു നോവൽ എഴുതാനുള്ള പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന റിസർച്ചുമായി ബന്ധപ്പെട്ട് ശരീരശാസ്ത്രം, ശരീരത്തിന്റെ ചരിത്രം എന്താണ് എന്നൊക്കെയുള്ള ഒരു അന്വേഷണത്തിൽ നിന്നും അതിന് സമാന്തരമായിട്ട് നമുക്കൊക്കെ പ്രത്യേകിച്ച് കേരളത്തിന് പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ് കാൾ മാർക്സ്. എങ്ങനെയാണ് പടിഞ്ഞാറൻ ജർമ്മനിയിലെ റൈൻലാൻഡ് പാലറ്റിനേറ്റിലുള്ള ട്രിയർ എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണത്തിൽ 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ ഇനി കൊച്ചു കേരളത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വളരെ വലിയ തോതിൽ മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഭരണകൂട നിർമ്മിതിയിലൊക്കെ തന്നെ ആ ആശയങ്ങൾ വഹിച്ച പങ്കിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല ധാരണ. കാൾ മാർക്സ് ഇതിനകത്ത് ഒരു കഥാപാത്രമാണ്. പ്രത്യേകിച്ച് കാൾ മാർക്സിന്റെ ഒരു യൗവന കാലം ആണ് ഈ നോവലിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ഒരു പരിമിതമായ ഗവേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഈ കാൾ മാർക്സിന് 2 ജീവിതമുണ്ട്. അത് ഒരു യുവാവെന്നുള്ള ജീവിതവും ഒരു മുതിർന്ന കാൾ മാർക്സും. ഇതില് അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു യൗവന കാലം ഉണ്ടായിരുന്നു. വളരെ കാൽപ്പനികനായ, വളരെ സെൻഷ്വലായ, വളരെ 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 സ്വപ്നം കാണുന്ന ഒരു കാൾ മാർക്സിന്. ആ കാൾ മാർക്സിന്റെ മുന്തിരിത്തോട്ടത്തിലെ ഒരു തോട്ടം വേലക്കാരനായിരുന്നു മത്തിയാസ്. മത്തിയാസ് എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെയാണ് രൂപപ്പെടുന്നത്. അങ്ങനെ മത്തിയാസിന് ഈ തോട്ടം, ഈ കാൾ മാർക്സിന്റെ കുടുംബത്തിലെ തോട്ടം പണി ഉപേക്ഷിച്ച് ബെർലിനിലേക്ക് സഞ്ചരിക്കേണ്ടി വരുന്നു, അദ്ദേഹത്തിന്റെ കുലത്തൊഴിൽ ചെയ്യുന്നതിന്റെ ഭാഗമായി. അപ്പം ഏറ്റവും ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ എൻ്റെ ഗവേഷണത്തിന്റെ ഭാഗമായി ഈ ശരീരത്തിന്റെ ചരിത്രം, അതായത് ഈ ശവങ്ങൾ തോണ്ടി അതിനെക്കുറിച്ച് പഠിക്കുന്ന, ശരീരശാസ്ത്രം പഠിക്കുന്ന ക്ഷുരക വൈദ്യന്മാരുടെ ചരിത്രത്തെ പറ്റി അക്കാലത്ത് ഞാൻ വായിച്ചിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊരു നോട്ട് ബുക്കിൽ ഞാനിങ്ങനെ കുറെ കുറിപ്പുകൾ എഴുതുകയും ആ നോട്ട് ബുക്കിന്റെ മറുപുറത്ത് ഈ കാൾ മാർക്സ്
ജീവചരിത്രം വായിക്കുകയും അതിന്റെ നോട്ടുകൾ തയ്യാറാക്കുകയും ചെയ്തു. ഒരു പ്രത്യേക നിമിഷത്തിൽ ഈ കാൾ മാർക്സിന്റെ ജീവചരിത്രവും ഈ പറയുന്ന ശവങ്ങൾ തോണ്ടി ശരീരശാസ്ത്രം പഠിക്കുന്ന ബാർബർ സർജൻസ് എന്നാണ് പറയുന്നത് അവരെ, ആ ക്ഷുരക വൈദ്യന്മാരുടെ എന്താ പറയുക രണ്ട് 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 നോട്ടുകളും കൂട്ടിമുട്ടുന്ന ഒരു നിമിഷത്തിലാണ് ഒരു പക്ഷേ ഈ നോവൽ ആരംഭിക്കുന്നത്. അപ്പൊ വിചിത്രമായ രണ്ട് രണ്ട് കഥാപാത്രങ്ങൾ, എന്നാൽ തീരെ ഒരിക്കലും ചേരാത്ത രണ്ട് കഥാപാത്രങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു സഞ്ചാരമായിട്ടാണ് ഈ നോവൽ ഭാവന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യന്റെ ജീവിതത്തെ, സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ മത്തിയാസിന്റെ കണ്ണിലൂടെയും തിരിച്ച് മാർക്സിന്റെ കണ്ണിലൂടെയും എങ്ങനെയാണ് അവരൊരുമിച്ചുള്ള ഒരു യാത്ര ഈ ട്രിയർ എന്ന് പറയുന്ന നഗരത്തിൽ നിന്ന് പടിഞ്ഞാറ് നിന്നിട്ട് കിഴക്കോട്ട് ബെർലിനിലേക്ക് ഉള്ള ഒരു യാത്ര എന്നുള്ളതാണ് ഈ നോവലിന്റെ ഒരു കഥാപരിസരം എന്ന് പറയുന്നത്. അതിലൂടെ ഒരുപക്ഷെ മാർക്സിന്റെ പിൽക്കാല ചിന്തകളുടെ തുടക്കമോ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ കവിതകളുടെ ഒരു പ്രതിഫലനമോ ഒക്കെ തന്നെ ആ ഒരു ഇതിന്റെ ഭാഗമായി രൂപപ്പെടുന്നുണ്ട്. പക്ഷെ ഏറെക്കുറെ മത്തിയാസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ശരീരശാസ്ത്രത്തിന്റെ, അനാട്ടമിയുടെ, ശസ്ത്രക്രിയയുടെ ഒക്കെ ഒരു ചരിത്രം കൂടി ഈ നോവലിൽ പ്രതിപാദ്യ വിഷയമാകുന്നുണ്ട്. എം ആർ വിഷ്ണുപ്രസാദ്, ഈ നോവൽ കയ്യിലെടുക്കുന്ന ഒരു വായനക്കാരനെ അല്ലെങ്കിൽ വായനക്കാരിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും അധികം താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്ന് എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷുരകരുടെ ഒക്കെ അവരുടെ ശരീര ശസ്ത്രക്രിയാ രീതികൾ, രോഗികളായിട്ട് വരുന്നവരെ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്നത് അനസ്തേഷ്യ ഒന്നുമില്ല. ശരീരം നേരെ അങ്ങോട്ട് പച്ചയ്ക്ക് കീറി മുറിക്കുക, അതിൽ വേണ്ട ചികിത്സകൾ ചെയ്യുക, ആ വേദന സഹിക്കുക, ആ വേദന അതിഭീകരമായിട്ടുള്ള വേദന സഹിച്ച് വേണം ഒരു ചെറിയ പൊട്ടൽ പോലും ഒക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയൊക്കെ. എന്നാൽ വിദഗ്ധരായിട്ടുള്ള, അന്നത്തെ ശസ്ത്രക്രിയ വിദഗ്ധരായിട്ടുള്ള വ്യക്തികൾക്ക്, മത്തിയാസിനെ പോലെയുള്ളവർക്ക്, ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള മത്തിയാസിനെ പോലെയുള്ളവർക്ക് ആ പച്ചയ്ക്ക് ശരീരം കീറി മുറിക്കുമ്പോൾ പോലും തൻ്റെ കരവിരുത് കൊണ്ടും തൻ്റെ പരിചയ സമ്പത്ത് കൊണ്ടും ശരീരത്തെ നോക്കിക്കാണുന്ന രീതി കൊണ്ടുമൊക്കെ അതിൽ വലിയൊരു ആശ്വാസത്തിൻ്റെ അളവ് കൊടുക്കാൻ കഴിയുന്നു എന്ന് പല സന്ദർഭങ്ങളിൽ സ്ത്രീകൾ, യുവതികളായിട്ടുള്ള സ്ത്രീകൾ വരുമ്പോഴൊക്കെ മത്തിയാസ് നടത്തുന്ന ചികിത്സയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൽ ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് മനുഷ്യ ശരീരങ്ങൾ കീറി മുറിച്ച് കുടൽമാലയടക്കം പുറത്തിട്ട് നിൽക്കുന്നതിനിടയിലും ജീവിതരതികളിലൂടെയൊക്കെ മത്തിയാസും അതേപോലെയുള്ള കഥാപാത്രങ്ങളും പോകുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് കീറി മുറിക്കപ്പെടുന്ന ശരീരങ്ങൾ, മറുഭാഗത്ത് പഠിക്കാൻ വേണ്ടി, ശരീരത്തിൻ്റെ അനാറ്റമി പഠിക്കാൻ വേണ്ടി ശവശരീരങ്ങളെ കുഴിമാന്തി എടുക്കുന്ന പ്രക്രിയകൾ, 17-ാം നൂറ്റാണ്ടിലേക്ക് സവിശേഷമായിട്ടുള്ള ജീവിതം, കാറൽ മാർക്സിൻ്റെ കുട്ടിക്കാല ജീവിതം, ഒരു കൗമാരം കടന്ന് യൗവനത്തിലേക്ക് വരുന്ന ജീവിതം, കേരളം പോലെ കാറൽ മാർക്സ് ഇപ്പോഴും ഒരു രാഷ്ട്രീയ ഗൃഹാതുരതയായി തുടരുന്ന ഒരു നാട്ടിലെ വായനക്കാരനെ സംബന്ധിച്ചിട്ട് ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം വായനയ്ക്ക് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു മുന്നോട്ട് പോക്ക് ഈ പുസ്തകത്തിന് നൽകിയത് പ്രമുഖ എഴുത്തുകാരനായിട്ടുള്ള PF മാത്യൂസിൻ്റെ, എം ആർ വിഷ്ണുപ്രസാദിൻ്റെ ഈ നോവലിനെ പുകഴ്ത്തുക എന്നുള്ള വാക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, അഭിനന്ദിച്ചുകൊണ്ട് അതിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് എഴുതിയ കുറിപ്പാണ്. അതിൽ PF മാത്യൂസ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കാൾ മാർക്സിനെ കഥാപാത്രമാക്കി എഴുതി തുടങ്ങിയ നോവൽ വഴിമാറി മത്തിയാസിലെത്തിയത് എത്ര നന്നായി. ക്ഷുരകന്മാരുടെ ശസ്ത്രക്രിയാ ചരിത്രത്തെക്കുറിച്ചും കീറ്റ് വൈദ്യത്തെക്കുറിച്ചും വായനക്കാരനായ എനിക്ക്, അതായത് PF മാത്യൂസിന് ഒരു പിടിപാടുമില്ലായിരുന്നു. തുറന്നു പറയട്ടെ, നോവൽ വായിച്ചു തീർന്നിട്ടും മത്തിയാസ് എന്ന ക്ഷുരക ശസ്ത്രക്രിയാ വിദഗ്ധനെക്കുറിച്ചുള്ള ഈ കൃതി ജ്ഞാനത്തേക്കാൾ ഉപരി അനുഭൂതിയാണ് പകർന്നത്. മലയാള നോവലിൽ അതൊരു കനപ്പെട്ട കാര്യം തന്നെ. മധ്യകാലങ്ങളിൽ മൂർച്ചയേറിയ ഉപകരണങ്ങൾ കൊണ്ട് ശസ്ത്രക്രിയ നടത്തിയിരുന്ന വൈദ്യന്മാരെക്കുറിച്ച് നോവലിസ്റ്റ് വിഷ്ണുപ്രസാദ് നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിലും അറിവിൻ്റെ പ്രകടനപരത എവിടെയും കണ്ടില്ല. വായനയെ പിടിച്ചിരുത്തുന്ന സംഘർഷങ്ങളോ അതിനാടകീയതയോ അല്ല, ഭാഷ തന്നെയാണ് ഈ എഴുത്തുകാരൻ്റെ പദ്യം. അത് തന്നെയാണ് വേണ്ടതും. എന്നിട്ട് PF മാത്യൂസ് ബ്രാക്കറ്റിലൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഖസാക്ക് വന്നു കഴിഞ്ഞിട്ടും നോവലിസ്റ്റുകൾ പഠിക്കാത്ത കാര്യമാണ് ഈ കൃതിയിൽ പഠിച്ചുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. വിഷ്ണുപ്രസാദിനോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ 17-ാം നൂറ്റാണ്ടിലെ ജീവിതത്തെ ആവിഷ്കരിക്കുമ്പോൾ അതിലെ ശസ്ത്രക്രിയാ രീതികളും ശരീരം കീറി മുറിക്കലുകളും ശരീരത്തിൻ്റെ അനാറ്റമി തേടിയുള്ള യാത്രകളും സ്വന്തം ശരീരവും സ്വന്തം അപ്പൻ്റെ ശരീരവും ഒക്കെ പഠിക്കുമ്പോൾ വൈചാരികതയും എല്ലാം ഇടകലരുകയും ചെയ്യുന്ന ഈ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി നിരന്തരമായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവും. പക്ഷേ ആ ഗവേഷണം നടത്തിയെന്ന് പുസ്തകത്തിൽ ഒരു ഭാഗത്തും തോന്നിപ്പിക്കാത്ത രീതിയിൽ എങ്ങനെ ആ രചനാ പ്രക്രിയ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു വിഷ്ണുപ്രസാദിന്?
അപ്പൊ എന്തായാലും ഇതിനകത്ത് ഈ ടി.എസ്. മാത്യൂസിന്റെ വാക്കുകൾ വലിയ ശക്തി, ആത്മവിശ്വാസവും ബലവും ഒക്കെ തരുന്നുണ്ട്. ആം, ആ, ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഇതൊരു ചരിത്ര കൃതി എഴുതുമ്പോൾ പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ചരിത്രത്തോട് നീതി പുലർത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ചരിത്രത്തോട് നീതി പുലർത്താൻ ഒരിക്കലും ഒരു എഴുത്തുകാരൻ ശ്രമിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചരിത്രത്തിനോട് നീതി പുലർത്തണമെങ്കിൽ ചരിത്രം എഴുതിയാൽ മതി. എനിക്ക് നീതി പുലർത്തേണ്ടത് നോവൽ എന്ന് പറയുന്ന മാധ്യമത്തിലാണ്. ആ നോവലിലൂടെ ഞാൻ വായിച്ച കാര്യങ്ങൾ എഴുതി നിറയ്ക്കാൻ ഉള്ള ഒരു, അല്ലെങ്കിൽ എന്റെ അറിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു താളുകളല്ല സത്യത്തിൽ ഒരു 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 ഫിക്ഷനോ അല്ലെങ്കിൽ ഒരു നോവലോ കവിതയോ ഒന്നും. എന്റെ അറിവ് പറഞ്ഞു കൊടുക്കുക. അതിന് വേറെ എത്രയോ മാധ്യമങ്ങളുണ്ട്, എത്രയോ പുസ്തകങ്ങളിലൂടെ നമുക്ക് ചരിത്രം വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചരിത്രം അതിന്റെ ഒരു അടിയൊഴുക്കായി നിലനിർത്തിക്കൊണ്ട് ജീവിതത്തെ, എങ്ങനെയാണ് മനുഷ്യൻ അക്കാലത്ത് ജീവിച്ചിരുന്നത്, ആ മനുഷ്യരുടെ സംഭാഷണങ്ങളിലൂടെ, ആ ഇടത്തെ വർണ്ണിക്കുന്നതിലൂടെ ഒക്കെ തന്നെ ചരിത്രത്തിന്റെ സൂചനകൾ പലപ്പോഴും കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ നോവല് ആദ്യമായി ഞാൻ പറഞ്ഞല്ലോ 2017 ഇത് എഴുതി തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കാൾ മാർക്സിന്റെ ഒരു കഥ. കാരണം ഞാൻ അതുവരെ ഈ ജെഎൻയുവിൽ 2016 എത്തുന്നതിന് മുമ്പ് വരെ ഞാൻ കാൾ മാർക്സിന്റെ ജീവചരിത്രമൊന്നും വായിച്ച ഒരു വ്യക്തിയല്ല അത്ര ആഴത്തിൽ. പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, ഈ കാൾ മാർക്സിന്റെ ജീവിതം ഒരുപക്ഷെ നോവലിനേക്കാളോ നാടകത്തെക്കാളോ ഏറ്റവും നാടകീയമായ ഒരു ജീവിതം നിർവഹിച്ച മനുഷ്യനാണ് കാൾ മാർക്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മുതിർന്ന ഒരു കാലത്ത് ജീവിതം തീർത്തും വളരെ നാടകീയമായ, അല്ലെങ്കിൽ നമുക്ക് നോവലിന് ഒക്കെ സാധ്യതയുള്ള ഒരു ജീവിതം നമുക്ക് കാൾ മാർക്സിന്റെ. പക്ഷെ ഞാൻ അവിടെ ഈ കാൾ മാർക്സിനെ വായിക്കാനും, കാൾ മാർക്സിന്റെ 30ഓളം ബയോഗ്രഫികൾ കാൾ മാർക്സിനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്തിനു വെറുതെ പിന്നെയും ഞാൻ കാൾ മാർക്സിനെ കുറിച്ച് ഒരു നോവൽ എഴുതണം എന്ന് ഉള്ള ഒരു ആലോചനയിൽ നിന്നാണ് അതിനകത്തൊരു ഫിക്ഷണൽ കഥാപാത്രത്തിന്റെ ആവശ്യം വേണമെന്നും, പിന്നീട് ഈ കാൾ മാർക്സിനെ വിമർശിച്ച പോസ്റ്റ് മാർക്സിയൻ കുറേയേറെ ചിന്തകരുണ്ട്. കാൾ മാർക്സിനെ വിമർശിക്കുന്ന അദ്ദേഹം വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ പുതിയ തത്വചിന്തയിലൊക്കെ തന്നെ അദ്ദേഹം വിമർശിക്കപ്പെടുന്നത് ശരീരത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് മനുഷ്യനെ സമീപിക്കേണ്ടത് എന്ന ചോദ്യത്തെ പിന്നീട്, പണ്ട് മുതലേ ആ ചോദ്യമുണ്ട്, പിന്നീട് അദ്ദേഹത്തെ വിമർശിക്കുന്നതിനുള്ള ഒരു ഉപകരണമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഈ നോവൽ പ്രധാനമായും ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ എങ്ങനെയാണ് ശരീരത്തിന്റെ ഒരു രഹസ്യം പ്രവർത്തിച്ചത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പം ഈ 19ാം നൂറ്റാണ്ടിലേക്ക് നമുക്ക് അവിടെ, പ്രത്യേകിച്ച് ഇപ്പൊ ജർമ്മനിയിൽ നമുക്ക് പോകാൻ കഴിഞ്ഞാൽ തന്നെ അവിടെ 19ാം നൂറ്റാണ്ടിലേക്ക് എന്തായാലും പോകാൻ കഴിയില്ലല്ലോ. അപ്പം ഇതൊരു ഭാവനയിലൂടെ ചരിത്രത്തെ, ഇതിന്റെ ഒന്നാമത്തെ ഡ്രാഫ്റ്റിൽ ധാരാളം ചരിത്ര എന്താ പറയുന്ന റെഫറൻസസ് ഞാൻ കുത്തി നിറച്ചിരുന്നു. പക്ഷെ വളരെ വളരെ സ്നേഹത്തോടെ എൻ്റെ ഈ നോവലിന്റെ ചർച്ചയിൽ ആദ്യം മുതലേ എന്നെ സഹായിച്ച മിസ്റ്റർ ജോൺ സേവിയർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ആർട്ട് തിയറിസ്റ്റും ആർട്ടിസ്റ്റും ആർട്ട് ക്യൂറേറ്ററുമാണ്. അപ്പൊ അദ്ദേഹം ഈ ഡ്രാഫ്റ്റ് വായിച്ചതിന് ശേഷം പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഈ ചരിത്രം ആവർത്തിക്കുന്നത്? അപ്പം അത്തരത്തിൽ ഒരു 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 ചർച്ചയിലൂടെ ചരിത്രത്തിന്റെ ആവർത്തനം, അല്ലെങ്കിൽ ചരിത്രം പഠിപ്പിക്കേണ്ട ഒരു മീഡിയം അല്ല നോവൽ, മറിച്ച് പി.എഫ്. മാത്യൂസ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ, അല്ലെങ്കിൽ ജീവിതത്തെ പരിശോധിക്കുന്നതിലൂടെ ലഭിക്കുന്ന അനുഭൂതി, അതെങ്ങനെയാണ് നമുക്ക് ഭാഷയിൽ, അതിനെ പ്രധാനമായി ഞാൻ ആശ്രയിച്ച ഒരു ടൂൾ എന്ന് പറയുന്നത് ഭാഷയാണ്. ഈ ഭാഷ എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിൽ ഭാഷ ഉപയോഗിക്കാം. ഈ നോവലിലെ ഭാഷ എന്ന് പറയുന്നത് ഒരു 19ാം നൂറ്റാണ്ട്, മറ്റൊരു ഭൂഖണ്ഡം, മറ്റൊരു പ്രദേശം, അവിടുത്തെ മനുഷ്യർ. അതെ, വിഷ്ണുപ്രസാദ് സംസാരിക്കുമ്പോൾ പി.എഫ്. മാത്യൂസ് ഈ പുസ്തകത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് എഴുതിയ കുറിപ്പുകളിൽ ഒരു ശ്രദ്ധേയമായ വരി എന്ന് പറയുന്നത്, പി.എഫ്. മാത്യൂസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നായ ചാവുനിലം. ആ ചാവുനിലം എന്ന കൃതി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വായനക്കാരിൽ പലരും ശവത്തിൻ്റെ മണമുള്ള നോവൽ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വാസ്തവത്തിൽ ശവങ്ങളുടെ അകംപുറം അറിയണമെങ്കിൽ മത്തിയാസ് തന്നെ വായിച്ചിരിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ അകംപുറം അറിയുക എന്ന് പറയുന്നതും നേരത്തെ വിഷ്ണുപ്രസാദ് സൂചിപ്പിച്ച ഗവേഷണങ്ങളുടെ, ചരിത്ര പഠനങ്ങളുടെയൊക്കെ വസ്തുതകൾ കുത്തിനിറയ്ക്കാതെ അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരൻ്റെ ആത്മസ്പന്ദനങ്ങൾ ഉണ്ടാവുന്ന രീതിയിൽ അതിസൂക്ഷ്മമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു പ്രക്രിയയായിട്ട് ഈ നോവൽ മാറുന്നു. അപ്പോൾ 19ാം നൂറ്റാണ്ടിലെ ഒരു ശവാന്വേഷണ യാത്രകളും ശവങ്ങളിലൂടെ മനുഷ്യജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ ആവിഷ്കരിക്കുമ്പോൾ
അത് അവിടെ ജീവിച്ച് അനുഭവിച്ച ഒരു എഴുത്തുകാരൻ എഴുതിയതായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു രാസപ്രക്രിയ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്? അത് തീർച്ചയായും ഈ ഒരു ഗവേഷണാത്മകമായ ഒരു വായനയിലൂടെയാണ് പലപ്പോഴും ഈ ഗ്രേവ് ഡിഗേഴ്സിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, എങ്ങനെയാണ് ശവം തോണ്ടി അനാട്ടമി പഠിച്ച ധാരാളം മനുഷ്യരുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ലണ്ടനിലാവും അങ്ങനെയുള്ള മനുഷ്യർ അക്കാലത്ത് 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത്. ഇത് ജർമ്മനിയിലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ശവം വിൽക്കുന്ന ഒരു കച്ചവടത്തിന്റെ ഒരു വലിയ ഈ ഏജൻസി പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ഒരു അധോലോക സമ്പ്രദായം ഈ പറയുന്ന ഈ ശവക്കച്ചവടവുമായിട്ടും അന്ന് ഇന്നത്തെ കാലത്തെ പോലെ ഏതെങ്കിലും ആശുപത്രികളിലല്ല ഈ പറയുന്ന സർജറികൾ നടന്നിരുന്നത്. അതിന് പ്രൈവറ്റ്, നമ്മൾ ട്യൂഷൻ സെന്റർ തുടങ്ങുന്ന പോലെ പല പല സ്ഥലങ്ങളിൽ ഇതുപോലെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങുകയും അവിടെ വിദ്യാർത്ഥികളെ ക്ഷണിച്ച് ഈ ശവ തുറന്ന് പരിശോധിക്കുന്നത് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഈ ആർട്ട് ഹിസ്റ്റോറിക്കലായി നാം ഇതിനെ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഈ ശവ പരീക്ഷ അല്ലെങ്കിൽ ഈ ശവ പരീക്ഷണം നടത്തുന്ന അത് വലിയ പെർഫോമൻസ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു സംസ്കാരവും ഒരുപക്ഷെ യൂറോപ്പിൽ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വലിയ കെട്ടിടങ്ങൾ, ഈ പറയുന്ന വലിയ ഗാലറി പോലെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി അവിടെ. അപ്പം ഇത് ഒരുപക്ഷെ നിരന്തരമായ അന്വേഷണത്തിലൂടെ നാം ഒരു ഘട്ടത്തിലെത്തുകയും അതിനെ ഭാഷയിലാക്കുക എന്നുള്ള അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ശ്രമകരമായ കാര്യം. ആ ഒരു അനുഭവത്തെ അതിന് ധാരാളം പുസ്തകങ്ങൾ സഹായിച്ചിട്ടുണ്ട്, അനാട്ടമിയുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങൾ. ഏറ്റവും രസകരമായ കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചത് നോൺ ഫിക്ഷൻ ആണ്. ഒരുപക്ഷെ ആ കാലത്തെ അപൂർവം ചില, ഇപ്പൊ ബെൽസാക്കിനെ പോലെ അല്ലെങ്കിൽ ഗെയ്തെ പരാമർശിക്കുന്നുണ്ട് ഈ നോവലില്. അപ്പൊ ഗെയ്തെ പോലെ, ബെൽസാക്ക് പോലെ ഉള്ള അക്കാലത്ത് ജീവിച്ചിരുന്ന അപൂർവം ചില നോവലിസ്റ്റുകളുടെ കൃതികൾ മാത്രമേ ഇതിന് ഞാൻ വായിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ അന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം എങ്ങനെയാണ് ആ നോവലുകളിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ. പക്ഷെ കൂടുതലും വായിച്ചത് ഈ പറയുന്ന നോൺ ഫിക്ഷൻ ആണ്. ഒരുപക്ഷെ മെഡിക്കൽ ഹ്യൂമാനിറ്റീസിൽ ഉൾപ്പെടുന്ന മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ അന്നത്തെ മിഡ് വൈഫറി, അങ്ങനെ ധാരാളം ആ മേഖലകളിലാണ് കൂടുതലും വായന നടത്തിയത്. പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ മാത്രം പോരല്ലോ, ആ അനുഭവത്തെ നമ്മൾ ഭാഷയിലാക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയിലാണ് ഏറ്റവും കൂടുതൽ സമയം. അതുകൊണ്ട് തന്നെ ഇത് കുറേയേറെ ഡ്രാഫ്റ്റുകൾ ചെയ്യേണ്ടി വന്ന ഒരു കൃതി കൂടിയാണ്. മത്യാസ് എന്ന നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മത്യാസാണ് പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ. അതേ സമയത്ത് തന്നെ മത്യാസിൻ്റെ ചുറ്റിലും വരുന്ന സ്ത്രീകളുണ്ട്. അതിൽ മരിയ എന്ന സ്ത്രീയെക്കുറിച്ച് പറയേണ്ടി വരികയാണ്. ഇതിൽ കീറ്റുപെട്ടി എന്നുള്ള വാക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്. കീറ്റുപെട്ടി എന്ന് പറയുന്ന ഇന്നത്തെ ഡോക്ടർമാർ ഉപയോഗിച്ചിരുന്ന അതുപോലെയുള്ള ഒരു പെട്ടി. അതിനകത്ത് മനുഷ്യരെ കീറി മുറിക്കാനുള്ള എല്ലാ കത്തിയും അടക്കമുള്ള ഉപകരണങ്ങളുണ്ടാവും. ഇതിൽ ഞാൻ ഈ നോവലിലെ ചെറിയൊരു ഭാഗമൊന്ന് വായിക്കുകയാണ്. ശരീര പരീക്ഷണങ്ങൾ എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര്. മഞ്ഞുകാല മാസങ്ങൾ മത്യാസിനെ സംബന്ധിച്ച് 2 തരത്തിലുള്ള ശരീര പരീക്ഷണങ്ങളുടെ കാലമായിരുന്നു. ഒന്നാമത്തേത് ശവപരീക്ഷണമായിരുന്നെങ്കിൽ മറ്റേത് രതിപരീക്ഷണമായിരുന്നു. 2 കാര്യത്തിലും അയാൾ നല്ല വിദ്യാർത്ഥിയായിരുന്നു. പെണ്ണുങ്ങളുടെ ശരീരം കീറി പഠിക്കുന്നതിനെപ്പറ്റി മത്യാസിന് ഉള്ളുവെട്ടമുണ്ടാകുന്നത് മരിയയുമായി ഇണചേർന്നതിന് ശേഷമാണ്. അതിങ്ങനെ പറഞ്ഞു പോയിട്ട് സ്ത്രീകളുടെ ആർത്തവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു രംഗം ഈ നോവൽ വരുന്നുണ്ട്. മാസാമാസം ഉണ്ടാകുന്ന ചോരക്കുത്തിൻ്റെ കടച്ചിൽ അടിവയറിനെ വളഞ്ഞ ദിവസം തലമുടി പറിച്ചുകൊണ്ട് അവൾ അയാളോട് അലറി, നിങ്ങളുടെ കീറ്റുപെട്ടിയിൽ ഇതിനുള്ള മരുന്നില്ലേ? എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ 19ാം നൂറ്റാണ്ടിലെ ഈ മത്യാസിൻ്റെ ജീവിതം ആവിഷ്കരിക്കപ്പെടുന്ന നോവലിൽ വരുന്ന പെൺകഥാപാത്രങ്ങളുടെ തലയുയർത്തി പിടിച്ചുള്ള നിൽപ്പും അവരുടെ ചോദ്യങ്ങളും അതൊക്കെ എത്രത്തോളം ശക്തമായിട്ടാണ് ഇതിലൂടെ വരുന്നത്? ആ ഒരു കാലഘട്ടത്തിലെ സ്ത്രീത്വം ഈ നോവലിൽ ഏത് രീതിയിൽ വരുന്നു? അത് എനിക്ക് തോന്നുന്നു 19ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് ജർമ്മനിയിൽ ജീവിച്ച സ്ത്രീകൾ ധാരാളം, ഒരുപക്ഷെ ലോകത്ത് ആ സമയത്ത് അനുഭവിച്ച ധാരാളം എന്താ പറയുന്നത് പ്രശ്നങ്ങൾ സ്ത്രീകൾ നന്നായി അനുഭവിച്ചിരുന്ന ഒരു കാലം. പക്ഷെ അത് ഒരു പക്ഷേ വേറെ തരത്തിൽ ക്ലാസ് ഡിഫറൻസ് അനുസരിച്ച് സ്ത്രീകളുടെ പദവിയും സ്ത്രീകൾക്ക് ലഭിക്കേണ്ട മാന്യതയും ഒക്കെ പലതരത്തിലും മാറുന്നുണ്ട്. ഇപ്പൊ ഇതിലത്തെ പല കഥാപാത്രങ്ങൾക്കും ഈ സ്ത്രീ കഥാപാത്രങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ ധൈര്യമുള്ളവരുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ചുരുങ്ങുന്നവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സ്ത്രീകളുണ്ട്. ഇതില് മരിയയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരിയയുടെ ആർത്തവവുമായി ബന്ധപ്പെട്ട അക്കാലത്ത് ഈ ആർത്തവം അല്ലെങ്കിൽ ശരീരവുമായി ബന്ധപ്പെട്ട
നമുക്കറിയാൻ വയ്യാത്ത ശാരീരിക പ്രതിഭാസങ്ങളെ കുറിച്ച് അന്ന് വളരെ അജ്ഞരായിരുന്നു. ഒരുപക്ഷെ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മൾ ഈ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു ഒരുപക്ഷെ ഇന്ത്യയിൽ ട്രെയിൻ വന്നതിന് ശേഷമാണ് ജർമ്മനിയിൽ ട്രെയിൻ വരുന്നത്. അപ്പൊ അത്തരത്തിൽ വളരെ നാം വിചാരിക്കുന്നത് പോലെ വികസനം എന്ന് പറയുന്നത് വളരെയധികം മാറിയും മറിഞ്ഞും നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ ഈ മെഡിക്കൽ സയൻസിലും അത്തരത്തിൽ ഈ പറയുന്ന ഇടപെട്ട സ്ത്രീകൾ, ഉദാഹരണത്തിന് മിഡ് വൈഫറി എന്ന് പറയുന്നത്, പക്ഷെ ഡോക്ടർമാര്, ഒരു ഡോക്ടേഴ്സ് ഗിൽഡ് ഒക്കെ ആരംഭിക്കുന്നതിന് മുമ്പ്, സർജന്മാര് ഉണ്ടാകുന്നതിന് മുമ്പ്, ട്രെയിൻഡ് ഡോക്ടർമാർ ഉണ്ടാകുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ കൈയടക്കമുള്ളത് സ്ത്രീകളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പേറ്റെടുക്കുന്ന സ്ത്രീകളുടെ ഒരു വലിയ ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശരീരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അല്ലെങ്കിൽ ഈ പേരെടുക്കുന്ന ഒരു സ്ത്രീകളുടെ സമൂഹം ഒരുപക്ഷെ ഈ പറയുന്ന പ്രൊഫഷണൽ ഡോക്ടർമാരുടെ ഗിൽഡുകൾ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ യൂറോപ്പിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രസവം എടുക്കാൻ എന്താ പറയുക, ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർമാർക്ക് ആദ്യമൊക്കെ ഭയമായിരുന്നു എന്ന് ഞാൻ എവിടെയോ വായിച്ചു തോർക്കുന്നു. അപ്പൊ അത്തരത്തിൽ ജീവിതം കൊണ്ടും അവർ ഇടപെട്ട മേഖലയിലെ പ്രവർത്തനം കൊണ്ടും ജോലി കൊണ്ടും ഒക്കെ തന്നെ ധൈര്യം സംഭരിച്ച കുറേയേറെ സ്ത്രീകളാണ്. ഇതിൽ മരിയയും സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ ഒരു സ്ത്രീയാണ്. അപ്പൊ അവര് ആർജിച്ചെടുക്കുന്ന ഒരു ധൈര്യത്തിൽ നിന്നാണ്, ഒരുപക്ഷെ ആ പ്രതീക്ഷയിൽ നിന്നാണ് മത്തിയാസുമായിട്ടുള്ള ഒരു പ്രണയം, തന്റെ ഭർത്താവിന്റെ കാത്ത് അല്ലെങ്കിൽ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചത് എന്ന് അറിയാൻ വേണ്ടി എത്തുന്ന മരിയയുടെ ധൈര്യവും അത്തരത്തിലാണ് രൂപപ്പെടുന്നത്. 234 പേജുകളുള്ള ഈ ഒരു പുസ്തകം മത്തിയാസ്, അതിൻ്റെ മുഖചിത്രം തയ്യാറാക്കിയിരിക്കുന്നത് കവിയും ചിത്രകാരനുമായ സുധീഷ് കോട്ടേമ്പ്രമാണ്. സുധീഷ് കോട്ടേമ്പ്രം തന്നെയാണ് ഈ പുസ്തകത്തെക്കുറിച്ചുള്ളൊരു ആസ്വാദനവും തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഈ മുഖചിത്രം കാണുമ്പോൾ അറിയാം ഏത് രീതിയിലാണ് 19-ാം നൂറ്റാണ്ടിലെ മത്തിയാസ് എന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിൻ്റെ ചുറ്റിലുമുള്ള കത്തി, അതുപോലുള്ള ഉപകരണങ്ങൾ, കീറ്റുപെട്ടി, ഇതെല്ലാം ഏത് രീതിയിലാണ് ആ കാലത്തെയും മത്തിയാസിനെയും പ്രതിനിധീകരിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഈ പുസ്തകത്തിന് സുധീഷ് കോട്ടേമ്പ്രം എഴുതിയിരിക്കുന്ന അവതാരികയിലെ ചില വരികൾ സൂചിപ്പിക്കുകയാണെങ്കിൽ, പ്രാണൻ വെടിഞ്ഞ ഒരു അസ്ഥികൂടം എങ്ങനെയാവും അതിൻ്റെ ജീവചരിത്രം ഓർത്തെടുക്കുക, എങ്ങനെയാവും അതിൻ്റെ ആഖ്യാന ഘടന, ശരീരത്തിൻ്റെ ഉള്ളറകൾ തേടിയുള്ള മത്തിയാസ് എന്ന ക്ഷുരക വൈദ്യൻ്റെ ദേശാന്തര യാത്രയിൽ കാൾമാർക്സ് എന്ന ചരിത്ര വ്യക്തിത്വത്തിൻ്റെ യൗവനകാലവും സഞ്ചാരവഴിയും അടയാളപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ജർമ്മനിയിൽ നടക്കുന്ന ജീവിതാഖ്യാനം, മനുഷ്യകഥയുടെ കല്ലറയിൽ ഒരു എഴുത്താൾ കൊത്തിയെടുക്കുന്ന ഭാഷാശില്പം, ഇതിൽ ശരീരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഉയരടയാളങ്ങൾ വെളിപ്പെടുന്നു. അസ്ഥികളിൽ രത്നക്കല്ല് പതിപ്പിച്ച അതിൻ്റെ തുന്നൽ സൂചികൾ മജ്ജയും മാംസവുമുള്ള ഒരു സമാന്തര ചരിത്ര ജീവിതത്തെ ഇഴപിരിച്ചെടുക്കുന്നു എന്നാണ് ഡോക്ടർ സുധീഷ് കോട്ടേമ്പ്രം ഈ പുസ്തകത്തിൻ്റെ പിൻകുറിപ്പായി എഴുതിയിരിക്കുന്നത്. നമ്മളുടെ ഈ പുസ്തകം വിലയിരുത്തിക്കൊണ്ടുള്ള സംഭാഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു അവതരണ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് കൂടി ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട വരികൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് MR വിഷ്ണുപ്രസാദ് തന്നെ ഒന്ന് വായിക്കുകയാണ്. ഇതിലെ പ്രേമത്തിന്റെ വായ്ത്തല എന്ന പേരുള്ള ഒരു അധ്യായത്തിലെ കുറച്ച് ഭാഗങ്ങൾ വായിക്കാം. അവധി ദിനങ്ങളിൽ ക്ലെമൻസിന്റെ വീട്ടിലെ അത്താഴത്തിന് പങ്കെടുക്കാൻ മത്തിയാസിനേക്കാൾ താല്പര്യം പോപ്പോയ്ക്കായിരുന്നു. വിരുന്നിന് ക്ഷണിക്കാൻ മറന്നുപോകുന്ന അവസരങ്ങളിൽ ക്ലെമൻസിന്റെ പരിക്കുപറ്റിയ ഓർമ്മയെ അവൻ തന്ത്രപൂർവ്വം പരിചരിച്ചു. അത്താഴ വിഭവങ്ങളുടെ രുചിയേക്കാൾ അവന് താല്പര്യം നിഴലുകളുള്ള രാത്രി നേരത്ത് എമ്മയുടെ മുഖം കാണാനായിരുന്നു. അവളുടെ നോട്ടത്തിൽ ഒളിപ്പിച്ചിരുന്ന മുയൽ കുഞ്ഞുങ്ങളെ വേർതിരിക്കുന്ന വേളയിൽ പോപ്പോയുടെ മുഖത്ത് വെളിച്ചത്തിന്റെ വേലിയേറ്റമുണ്ടായി. അയൽക്കാരിയെ പ്രേമിക്കുന്നതിന്റെ ഉന്മാദത്തിൽ അവന്റെ മുറിയിലെ മെഴുകുതിരികൾക്ക് വിശ്രമമില്ലാതായി. ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളിൽ അവൻ പെൻസിൽ കുറിപ്പിച്ച് അവളുടെ ചിരിയെ വരച്ചെടുക്കാൻ നോക്കി. തെരുവു സമരങ്ങളുടെ കാര്യകാരണങ്ങൾ എഴുതി ശീലിച്ച വിരലുകൾ വീർപ്പുമുട്ടിക്കിടക്കുന്ന നിറങ്ങളെ പ്രസവിക്കാൻ തുടങ്ങി. മെഴുകുതിരിയുടെ ഉരുക്കിലായിനി മേശയുടെ പ്രേമശില്പങ്ങൾ തീർക്കുകയും ചെയ്തു. അമ്മയുടെ അപ്പനും അമ്മയും തുണിക്കച്ചവടത്തിന് പോകുന്ന വൈകുന്നേരങ്ങളിൽ അവർ നഗരത്തിന്റെ ഉദ്യാനങ്ങളിൽ സമയം ചെലവഴിച്ചു. ഒരു ദിവസം തടാകക്കരയിൽ ചെരുപ്പുകൾ ഊരി നേരത്ത് അവന്റെ കാൽവണ്ണയിൽ പറ്റിയ മെഴുകു സൂചിയുടെ പൊള്ളൽ കലയിലേക്ക് നോക്കി അവൾ ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ പാദങ്ങൾ പൊള്ളിയത്?
പോപ്പോ അവളുടെ കൈകൾ താളിച്ചുകൊണ്ട് എന്നെ ഓർത്ത് ഭക്ഷണം വച്ച രാത്രികളിൽ മെഴുകുതിരികൾ സമ്മാനിച്ച മുറിവുകളാണിത്. അവന്റെ പൊള്ളിയ കാലുകൾ തടാകത്തിലെ വെള്ളത്തിൽ കഴുകിയെടുത്ത് അവൾ ചുംബിച്ചു. സംസാരശേഷിയില്ലാത്തവരെ പോലെ അവർ നോട്ടങ്ങൾ കൊണ്ട് സമയത്തെ ഇല്ലാതാക്കി. ചുണ്ടുകൾ ചേർത്ത് ഏറെ നേരം ഇരുന്നു. ഉമിനീരിന്റെ തടാകത്തിൽ അവരുടെ നാവുകൾ മീനുകളെ പോലെ പെരുമാറി. നീ ദൈവവിശ്വാസിയാണോ? ചുംബനത്തിന്റെ ഇടവേളയിൽ അവൾ അവനോട് ചോദിച്ചു. എന്റെ ദൈവം നീയാണ്. പോപ്പോയുടെ കണ്ണുകളാണ് മറുപടി പറഞ്ഞത്. കളിവാക്ക് പറയാനല്ല ചോദിച്ചത്, എനിക്ക് ദൈവത്തെ പേടിയാണ്. പ്രിയപ്പെട്ട എമ്മ, നിനക്ക് ദൈവത്തെ പേടിയാണോ? ദൈവത്തെ പേടിയാണോ? ദൈവത്തെ പേടിയാണോ എന്നുള്ള ആ ചോദ്യം, അതിനുള്ള ഉത്തരം ആ പുസ്തകത്താളുകളിലൂടെ ഇനി വായനക്കാർ കണ്ടെത്തട്ടെ. ചില ചോദ്യങ്ങൾ അപൂർണങ്ങളായി നിർത്തുകയാണ് ഏറ്റവും പ്രധാനം. അതുതന്നെയാണ് മത്തിയാസിനെ സംബന്ധിച്ചിട്ടും പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പുസ്തകം വാങ്ങിച്ച് താളുകളിലൂടെ വായനക്കാർ തന്നെ തീരുമാനിക്കട്ടെ. ഈ പുസ്തകം DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 299 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. DC ബുക്സിൻ്റെ എല്ലാ സ്റ്റാളുകളിൽ നിന്നും ഈ പുസ്തകം വാങ്ങാൻ കഴിയും. MR വിഷ്ണുപ്രസാദ്, നന്ദി. മത്തിയാസിനും നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്.